സൂര്യവംശിയുടെ കണ്ണുകൾ മുഴുവൻ ആ ഒരുവന് തന്നെയായിരുന്നു. എന്റെ സാറിന് അറിയില്ലേ എന്നെ? ഞാൻ അങ്ങനെ ചെയ്യോ? എനിക്ക് എന്റെ സ്വന്തം പെങ്കളൂച്ച അതിനെ എന്റെ മിഥുനെ, നീ ഒത്തിരി പുണ്യാളം കളിക്കരുത്. കളിച്ച നിന്നെ ശരിക്കും ഞാനങ്ങ് കളി പഠിപ്പിച്ചു വിടും. വേണോ? എന്റെ പൊന്ന് സാറ്, സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അല്ലെങ്കിൽ സാർ തന്നെ വിശ്വനാഥ് സാറിനോട് ചോദിച്ചു നോക്ക്. ഇവിടെ പ്രശ്നം നടന്നപ്പോൾ ഞാനും സാറും അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു. നിന്റെ വാക്കൊക്കെ കുറച്ചു കഴിഞ്ഞ് മാറരുത്. അത് പറയുമ്പോ സൂര്യയുടെ മുഖത്ത് ഒരു പുച്ഛമായിരുന്നു. അരുണെ, താൻ അവനിങ്ങെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇന്നാരും എങ്ങും പോകുന്ന ലക്ഷണമില്ല. ഓക്കെ സാർ. അത് പറഞ്ഞുകൊണ്ട് അരുൺ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ആ നിമിഷം വാതിന്റെ ഭാഗത്തേക്കായിരുന്നു. അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് വിശ്വനാഥന്റെ നാവൊന്ന് ചലിച്ചു. അയാളുടെ ആത്മധൈര്യം മുഴുവൻ ആ നിമിഷം തകർന്നു. കൂടെ കാണുമെന്ന് ചേർത്ത് പിടിച്ചവർ തന്നെ കുത്തി, അത് നെഞ്ചത്ത് തന്നെ. ശ്രീകാന്ത്! വിശ്വനാഥന്റെ ശബ്ദം കേട്ടാണ് മഹാലക്ഷ്മി തലയുയർത്തി നോക്കുന്നത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ടവനാ. എങ്ങനെ തോന്നിയടാ നിനക്ക് ചോറ് തന്റെ കൈക്ക് തന്നെ കൊത്താൻ? നിന്നെയൊക്കെ കൊല്ലുവിടാ ഞാൻ. അത് പറഞ്ഞുകൊണ്ട് യദു ശ്രീയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ യദുവിനെ അരുൺ പിടിച്ചു മാറ്റി. വിടടാ, ഞാൻ അവനെ കൊല്ലും. അവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിനുള്ള ശിക്ഷ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അരുണിന്റെ കയ്യിൽ കിടന്ന് അവൻ കുതറാൻ നോക്കി. നിന്നോടല്ലേ അടങ്ങി നിൽക്കാൻ പറഞ്ഞത്? സൂര്യയുടെ ഒരു ശബ്ദത്തിൽ രംഗം ശാന്തമായി. മോനെ മിഥുനെ, ഇതുവരെ നീ ഇവിടെ കെട്ടിയാടിയ പെരട്ട നാടകമൊക്കെ മടക്കി നിന്റെ കീശയെ വെച്ചിട്ട് പറഞ്ഞു തുടങ്ങിക്കോ. സാറ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല. പറഞ്ഞു തീരും മുന്നേ അവന്റെ പിറം കഴുത്തിൽ പിടിച്ച് മുന്നിലേക്ക് കാണുന്ന മേശയിലേക്ക് അവന്റെ മുഖം ഇടിച്ചു കഴിഞ്ഞിരുന്നു സൂര്യ. അന്ന മോനെ, നിനക്ക് പങ്കില്ലഞ്ഞിട്ടാണോ നീ ഈ നിൽക്കുന്നവന്റെ നമ്പറിലേക്ക് കുറെ നേരമായി വിളിക്കുന്നത്? തന്റെ കൈവിട്ടെല്ലാം അപ്പോൾ പോയി തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. മോനെ ശ്രീകാന്തെ, ഇച്ചിരി മുന്നേ ഞങ്ങളോട് പറഞ്ഞതൊക്കെ നീ ഇവിടെ പറഞ്ഞേ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് സൂര്യ അവനെ എല്ലാവരുടെ നടുവിലേക്ക് തള്ളി. ശ്രീകാരെ നോക്കാൻ അപ്പോൾ ധൈര്യമുണ്ടായിരുന്നില്ല. താൻ ഇവിടെ വാ തുറക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭൂകമ്പം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ആരെയും നോക്കാതെ നിലത്തേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അത് പിന്നെ സാറേ, ഞാനും മിഥുനും സഹോദരങ്ങളാണ്. അപ്പനും അമ്മയും പിന്നെ മിഥുന്റെ അമ്മയും സഹോദരം അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഇതല്ലല്ലോ മോനശ്രീ നമുക്ക് അറിയേണ്ടത്. അത് പിന്നെ സാർ, ഞാൻ വിശ്വനാഥ് സാറിന്റെ വീട്ടിൽ ഡ്രൈവറായി ചേർന്നിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. ഞാനാണ് മേത്തെ കോളേജിലും മേഡത്തെ എല്ലായിടത്തും കൊണ്ടുവിടുന്നതുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മേധ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഞാൻ അവളിൽ നിന്ന് പല തവണ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഞങ്ങളെപ്പോലുള്ള കോളനിയിൽ ജീവിക്കുന്നവർക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല മേധയെ പോലെ ഒരു പെണ്ണിനെ. ഞാൻ ഒഴിഞ്ഞു മാറുന്തോറും അവൾക്ക് വാശിയായി. എന്നെ തിരക്കി വീട്ടിൽ വരെ വന്നു. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച അവളോടുള്ള സ്നേഹം അവൾ നേടിയെടുത്തു. ഞങ്ങൾ ഇഷ്ടത്തിലായപ്പോഴാണ് നിഹാന്റെ ശല്യം അവൾ എന്നോട് പറഞ്ഞത്. അവനോട് ഞാൻ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ അന്നാണ് അപകടം. അല്ല സാർ, എൻ്റെ പെണ്ണിനെ അവൻ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണ്. എനിക്കത് ഉറപ്പാണ്. അല്ലാതെ അവൾ ഒരിക്കലും ആത്മഹത്യ ഒന്നും ചെയ്യാൻ നോക്കില്ല സാർ. അവൾക്കറിയാം അവളില്ലാതെ അവളുടെ സ്ത്രീയേട്ടൻ ജീവിക്കില്ലെന്ന്. പറഞ്ഞു തീരും മുന്നേ വിശ്വനാഥന്റെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. നായേ, നീ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചല്ലേടാ, നിന്നെ ഞാൻ കൊല്ലുമിട നായേ. ഇയാളെ കൊണ്ട് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് സൂര്യ അയാളെ പിടിച്ചു മാറ്റി. സാർ, അവനെ വിട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവന് നല്ലത് കിട്ടിയതേ ഉള്ളൂ. ഇനി സാറ് കൂടി കൈവച്ച അവൻ ചത്തുപോകും. അരുൺ വിശ്വനാഥനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. ചാവട്ടെടാ ചാവട്ടെ, ഇവനെ പോലുള്ളവനൊന്ന് ജീവിക്കണ്ട. എന്റെ സ്വന്തം കുടുംബം പോലെയാണ് ഇവനെയൊക്കെ ഞാൻ കൊണ്ടു നടന്നത്. എന്നിട്ട് അവനൊക്കെ. വിശ്വനാഥൻ ഒരു തളർച്ചയുടെ കസേരയിലേക്ക് ഇരുന്നു. ഇയാൾ പറയുന്നത് മൊത്തം നുണയാണ് സാർ. എന്റെ മേധ ആകെ സ്നേഹിച്ചത് എന്റെ ഇക്കാക്കയാണ്, ഞങ്ങളുടെ നിഹാനിക്കാക്കയാണ്. അവിടെ അച്ഛനും അമ്മയ്ക്കും അടുത്ത് വേദന കടിച്ച് മോഡിഫൈ പിടിച്ചിരിക്കുന്ന റാഹേൽ എല്ലാവരോടുമായി പറഞ്ഞു. ഇസ്ഹാഖ് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്തൊരു ചിരി വിടർന്നു. മഹാലക്ഷ്മി, വിശ്വനാഥനും യദുവുമെല്ലാം അവളെ പകപ്പോടെ നോക്കി. കേരളത്തിൽ മൊത്തം പോലീസ് തിരയുന്ന നിഹാൽ, അവന്റെ ഫ്രണ്ട്, അവന് വേണ്ടി ഇവൾ വാദിച്ചാൽ എന്താകും തങ്ങളുടെ മകളുടെ ജീവിതം? അത് ആലോചിച്ചപ്പോ തന്നെ ആ അമ്മ മനസ്സൊന്ന് പിടഞ്ഞു. മില്ലി, മിണ്ടാതിരിക്കവിടെ. അവളുടെ അപ്പനും അമ്മയും ഭയത്തോടെ എല്ലാവരെയും നോക്കി. സൂര്യ അവളെ ഒന്ന് നോക്കി. അവളോട് അവിടെ ഇരിക്കാൻ കണ്ണുകൊണ്ട് അവൻ കാണിച്ചു. അല്ലട ശ്രീകാന്തെ, നീ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ കൊള്ളാം. പക്ഷെ സ്നേഹിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും കൊല്ലാൻ നോക്കുമോ? സൂര്യയുടെ ആ ചോദ്യം കേട്ടപ്പോ ശ്രീകാന്ത് ഒന്ന് പതറി. സൂര്യയുടെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി നിറഞ്ഞു. ഇനി പൊന്നുമോ, കൂടുതൽ കിടന്ന് ഉരുളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാൻ നോക്ക്, അല്ലെങ്കിൽ നീ ഇനിയും വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. അത് പറഞ്ഞുകൊണ്ട് തന്നെ വലതുകയിൽ കിടക്കുന്ന ഇടിവള ഒന്നുകൂടി അവൻ കയ്യിലേക്ക് മുറുക്കി.
ഒരു ചോദ്യത്തിലും സൂര്യയുടെ ആ ഒരു ഭാവത്തിലും മിഥുന ശ്രീകാന്തും ഒന്ന് പരുങ്ങി. എന്തു പറ്റി? നിങ്ങളെ കഥയെല്ലാം പറഞ്ഞു പഠിപ്പിച്ചവർ ഇതിന്റെ ബാക്കി പറഞ്ഞു തന്നില്ലായിരുന്നോ? ഒരു പുച്ഛത്തോടെയായിരുന്നു ഇസഹാക്കിന്റെ ആ ചോദ്യം. ഡേ ഇസഹാക്ക്, നീ കളി കാണാൻ ഇരിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് അവിടെ ഗാലറി ഇരുന്നോണം. കേസ് ഇവിടെ വരെ എത്തിക്കാനാണെങ്കിൽ അതിന്റെ ബാക്കി കൂടി കണ്ടുപിടിക്കാൻ ഈ സൂര്യവംശിക്ക് അറിയാം. അത് ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി, എന്റെ കുഞ്ഞ് അവളുടെ ഉള്ളിൽ. പറഞ്ഞു തീരും മുന്നേ അവൻ ചവിട്ടുകൊണ്ട് നിലം പതിച്ചിരുന്നു. അവനെ കൊല്ലാനുള്ള കലയിൽ നിൽക്കുന്ന യദുവിനെയാണ് അപ്പോൾ എല്ലാവരും കാണുന്നത്. പന്ന നായെ, കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നിന്റെ കഥ പറച്ചില്ലോ, അതും അവളുടെ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ. മോനെ യദു, മോനെ. അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. എനിക്ക് ഉറപ്പുണ്ട് ഇവൻ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മേധയെ. അല്ലാതെ അവൾ ഒരു തെറ്റും ചെയ്യില്ല. എന്റെ സൂര്യയെ, കുറെ നേരമായില്ലേ നീ ഇവിടെ കിടന്ന് പലതരം പെരട്ട നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഒറിജിനൽ പ്രതിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ദേ സഹാക്കെ, ഇത് നിന്റെ കോളേജോ അല്ലെങ്കിൽ നിന്റെ തറവാടോ അല്ല നിന്റെ കവലപ്രസംഗം നടത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താണ് കാര്യം എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പറയണം, അല്ലാതെ മനുഷ്യനിട്ട് വട്ടുകറക്കാൻ വേണ്ടിയിട്ട്. ഇസഹാക്കിന്റെ സൂര്യയുടെ പോരുവിളി കണ്ട് സഹികെട്ട് വിശ്വനാഥൻ തന്നെ ഇടപെട്ടു. സാർ, എനിക്ക് ഈ കേസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഇമാതിരി ഊഹാപോഹങ്ങളൊന്നുമല്ല. ശരിയായ എവിഡൻസും എന്റെ കയ്യിലുണ്ട്. കറക്റ്റായ പ്രതിയെയും ഞാൻ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ കാണിച്ചു തരികയും ചെയ്യും. ഇസഹാക്കിന്റെ വാക്ക് ഉറച്ചതായിരുന്നു. മോനെ ഇസഹാക്കെ, ഇത് നീ കണ്ടിട്ടുള്ള കൊറിയൻ ഡ്രാമ പോലെ വിദ്യയല്ല കേസ് തെളിയിക്കുന്നത്. അതുകൊണ്ട് പൊങ്ങച്ചം പറയാതെ അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ നോക്ക്. സൂര്യ ഒരു പുച്ഛഭാവത്തിൽ ഇസഹാക്കിനോട് പറഞ്ഞു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിച്ചാൽ അതിന്റെ ചേലങ്ങ് പോകത്തില്ലേ? തൽക്കാലം എന്റെ പോലീസുകാരൻ അവിടെ അടങ്ങി നിൽക്ക്. എന്നിട്ട് ഈ മാഷി കേസ് തെളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നോക്ക്. നീ എന്ത് മലമറിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ തന്റെ അടുത്തുള്ള ഒരു കസേരയിലേക്ക് ഇരുന്നു. വിശ്വനാഥ് സാർ, പ്രതി ആരാണെന്ന് ഞാൻ സാറിന് കാണിച്ചു തന്നാൽ അയാൾക്ക് ഏതറ്റത്ത് പോയിട്ടാണെങ്കിലും സാറ് ശിക്ഷ വാങ്ങി കൊടുക്കുമോ? വിശ്വനാഥിന്റെ മുമ്പിൽ കയ്യം കെട്ടി നിന്നുകൊണ്ടാണ് ഇസഹാക്കിന്റെ ചോദ്യം. താൻ പറയുന്ന പ്രതി അതാരാണെങ്കിലും എന്റെ കുഞ്ഞിനോട് ഈ ചതി കാണിച്ചവരെ വെറുതെ വിടില്ല ഈ വിശ്വനാഥൻ. ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവൻ ഏത് കൊല കൊമ്പനാണെങ്കിലും അവന് തക്കതായ ശിക്ഷ അത് വാങ്ങിക്കൊടുത്തിരിക്കും ഈ വിശ്വനാഥൻ. മതി സാറിന്റെ ഉറപ്പ്, അത് മതി. എപ്പോഴും അത് കാണണം എന്ന് മാത്രം. ഒരു വല്ലാത്ത ഭാവത്തോട് അതും പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവർക്കും അഭിമുഖമായി നിന്നു. ഈ കേസിലെ പ്രതിയെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് നമുക്കൊന്ന് ചിന്തിക്കണം. കാര്യം മനസ്സിലാവാത്തതുപോലെ എല്ലാവരും ഇസഹാക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം 2011 കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 2011 നവംബർ 8. ആ ഒരു ഡേറ്റ് ഇസഹാക്ക് പറഞ്ഞപ്പോൾ വിശ്വനാഥിന്റെ മഹാലക്ഷ്മിയുടെ മുഖം ഒന്നിരുണ്ടു. അത് കൃത്യമായി തന്നെ ഇസഹാക്ക് നോട്ട് ചെയ്യുകയും ചെയ്തു. അന്നായിരുന്നു മഹാലക്ഷ്മി മേഡം മൂകാംബ ക്ഷേത്രത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ മേഡം നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴാണ് സാറ് ബ്രേക്ക് ഇട്ട് കാർ നിർത്തിയത്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് മേഡം ഉണർന്നത് തന്നെ. ശരിയല്ലേ സാർ? ഒരു ചെകുത്താന്റെ ചിരി അവന്റെ മുഖത്ത് മിന്നിമാഞ്ഞു. ഇതൊക്കെ എന്തിനിപ്പ പറയുന്നത്? അതും ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല. അതിനെക്കുറിച്ചൊരു സംസാരം കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ പറഞ്ഞു. ആര് പറഞ്ഞു മേഡം ഈ കേസുമായിട്ട് അതിന് ബന്ധമില്ലെന്ന്? അതിനാണ് ബന്ധമുള്ളത്. ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ തനിക്ക് എന്താണ് നിർബന്ധം? അത് തന്നെ വീണ്ടും വീണ്ടും പറയണമെന്ന് മഹാലക്ഷ്മി വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ലച്ചു, ശാസന കലർന്ന വിശ്വനാഥന്റെ ശബ്ദം അവിടെ ഉയർന്നു. വിശ്വട്ട്, ഇവൻ ഒന്നുമില്ല ലക്ഷ്മി, അവൻ പറയട്ടെ എന്താണെന്ന് വെച്ചാൽ. അദ്ദേഹം തന്നെ ലക്ഷ്മിയെ ശാന്തിയാക്കി തന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മാഡം എണ്ണീറ്റു. അപ്പോൾ കാണുന്നത് 4 വയസ്സോളം പ്രായം തോന്നുന്ന ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന വിശ്വനാഥ് സാറിനെയാണ്. ആ കുട്ടിയുടെ ദേഹം വല്ലാതെ മുറിവുകളും പൊള്ളലുകളും ഏറ്റതായിരുന്നു. അവളുടെ ഓമനത്തം നിറഞ്ഞ മുഖവും വേദന കരയുന്ന അവളുടെ രൂപവും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെ അലിയിച്ചു. പിന്നീട് തിരിച്ചുള്ള യാത്രകളിൽ നിങ്ങൾ രണ്ടുപേരും ആ പെൺകുട്ടിയെ നിങ്ങളുടെ കൂടെ കൂട്ടി. സ്വന്തം മകളായി തന്നെ നിങ്ങൾ അവളെ വളർത്താൻ തുടങ്ങി. അവൾക്ക് മേധാ വിശ്വനാഥൻ എന്ന പേര് നൽകി. എന്നാൽ നിങ്ങളുടെ മൂത്ത മകൻ യദുവിന് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തനിക്ക് കിട്ടാനുള്ളത് പകർത്തെടുക്കാൻ വന്ന ഒരു ശത്രു മാത്രമായിരുന്നു അവൾ. അല്ലേ മിസ്റ്റർ യദു? ഞാൻ ഇസഹാക്ക് പറയുന്നതിന് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. കാരണം കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നാൾ ഒറ്റ മകനായി വളർന്ന എനിക്ക് പെട്ടെന്ന് ഒരാൾ വന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
എന്ന് വെച്ച് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അതിനർത്ഥമില്ല. എന്റെ മകളാണ്, അല്ലെങ്കിൽ എന്റെ സ്വന്തമാണ് അവൾ. തന്റെ കഥ പറച്ചിൽ കഴിഞ്ഞോ? അത്രയും കേട്ടപ്പോഴത്തേക്കും വിശ്വനാഥനും ആകെ എരിഞ്ഞു കയറി തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാർ. താൻ എന്താ പറഞ്ഞ് സമർപ്പിക്കാൻ നോക്കുന്നത്? എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചത് എന്റെ മകനാണെന്നാണോ? വിശ്വനാഥ് ഇസഹാക്കിന് നേരെ തിരിഞ്ഞു. അല്ലെന്ന് പറയാൻ സാന്തായ തെളിവുണ്ടോ? എന്റെ മകനാണെന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിലുണ്ടോ എവിഡൻസ്? വിശ്വനാഥനെ വിട്ടുകൊടുക്കാതെ തന്നെ അവനോട് മുട്ടി തന്നെ നിന്നു. ഉണ്ട്. ഇസഹാക്കിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഉണ്ടെങ്കിൽ നീ തെളിയിക്ക്. ഞാനാണ് എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചതെന്ന് നീ പറയുന്ന ഏത് ശിക്ഷയും വാങ്ങിക്കും ഈ ഡോക്ടർ യദുനാഥൻ. ഉറപ്പാണോ? അവനെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ടായിരുന്നു ഇസയുടെ മറുപടി. ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന ഹൈദരാബാദിലെ നാഗരാജറാവു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് ചേർന്ന് ഒരു 6 മാസത്തിന് ശേഷം എങ്ങനെയാണ് ഒരു ഡോക്ടറായി യദു മാറിയത്? ആ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് പരുങ്ങി. അത് പുറത്ത് കാണിക്കാതെ അവൻ വേഗം തന്നെ അതിനൊരു മറുപടി നൽകി. ആ ഹോസ്പിറ്റലിൽ അത്രയ്ക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം ബാംഗ്ലൂരിലാണ്. MBBS സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ഉണ്ണിമായുടെ ആത്മഹത്യ കേസ് ഇതുവരെ ഉത്തരം കിട്ടാതെ കിടക്കുക. ഇസഹാക്ക് ആരോടൊന്നില്ലാതെ പറഞ്ഞു. പ്ലീസ് ആ ടോപ്പിക് വിട്ടേക്ക്. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണത്. ഓ റിയലി? സീനിയറായ മന്ത്രിപുത്രന് തോന്നിയ ദിവ്യ പ്രണയം അതായിരുന്നല്ലേ ഉണ്ണിമായ? നോക്ക് മിസ്റ്റർ ഇസഹാക്ക്, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അതിലാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, നിങ്ങൾ വലുതായി കഴിഞ്ഞതും മേധയുടെ അടുപ്പമുണ്ടായിരുന്നില്ല. അവളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ കുത്തി നോവിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത്? നോ, ഇത് കള്ളമാണ്, പച്ചക്കള്ളം. എന്റെ മായയുടെ വേർപാട് എല്ലാം ഞാൻ ഓവർകം ചെയ്തത് തന്നെ എന്റെ മോളിലൂടെയാണ്. അവളുടെ സ്നേഹം, അവളുടെ സാമീപ്യം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലും. എന്തിനേറെ ഔട്ട് ഓഫ് കേരള നല്ല ഓഫർ കിട്ടിയിട്ട് പോലും ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ മേധയ്ക്ക് വേണ്ടിയാണ്. ഇസഹാക്കിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അവൻ അതേ ചിരിയോടെ തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് നടന്നു.